ഹലോ ഗൈസ്, എന്നെ എപ്പോഴും എൻ്റെ റൂമിലല്ലേ കാണാറ്. ഇന്നിപ്പോൾ അടുക്കളയിൽ എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഹാബിറ്റ് ചലഞ്ച് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ ഇവിടുന്നാണ്. അത് എന്ത് ഹാബിറ്റ് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വേറൊന്നുമല്ല, കുക്കിംഗ് തന്നെയാണ്. അല്ല, ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് കുക്കിംഗ് അറിയാം? സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ അറിയുമോ? എന്നാ കേട്ടോ, നിങ്ങൾക്ക് അറിയണം. അതിപ്പോൾ ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ അറിയണം. അഥവാ ഇനി നിങ്ങൾ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളെങ്കിൽ നിങ്ങൾ അമ്മയെ സഹായിക്കാറെങ്കിലും അടുക്കള കയറാറുണ്ടോ? അതോ ഫുഡ് കഴിക്കാൻ മാത്രമാണോ അങ്ങോട്ട് പോകാറ്? അങ്ങനെയാണെങ്കിൽ ചന്തിക്ക് 2 അടി തരും ഞാൻ. ഒരു സമയത്ത് ഞാൻ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. അടുക്കള കയറത്തുമില്ല, അതേപോലെ അമ്മയെ സഹായിക്കത്തുമില്ല. അമ്മ എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് ഞാൻ പോകത്തുമില്ലായിരുന്നു. എൻ്റെ അമ്മ ഞാനൊരു 6ൽ പഠിക്കുമ്പോഴൊക്കെ ഗൾഫിൽ പോയി. പിന്നെ അങ്ങോട്ട് 7ൽ പോയി, 8ൽ പോയി, 9ൽ പോയി, 10ൽ പോയി. അങ്ങനെ എൻ്റെ അമ്മയെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ നല്ല 8ൻ്റെ പണി കിട്ടിയത് അപ്പോഴൊന്നും അല്ലായിരുന്നു. ഒരു +1 എൻ്റെ അമ്മ ഗൾഫിൽ പോയപ്പോഴായിരുന്നു. കൊച്ചിലെയൊക്കെ നോക്കാം അച്ചാമ്മയും അപ്പൂപ്പനും ഉള്ളതുകൊണ്ട് ഫുഡിൻ്റെ കാര്യമൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ +1ൽ പോയപ്പോൾ അതൊന്നും നടന്നില്ലെന്നേ. എൻ്റെ അച്ചാമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് വയ്യാതായിപ്പോയി. പിന്നെ എന്താ, നമ്മൾ തന്നെ അങ്ങോട്ട് അരങ്ങത്തേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളൊരു ബോയോ ഗേളോ എന്ത് വേണേലും ആയിക്കോട്ടെ, ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ട് എന്ത് നേടാനാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അന്ന് അത് നിർത്തിക്കോ. എന്ന് നമുക്ക് ഈ ഹോട്ടലിലും അതേപോലെ അമ്മ ഉണ്ടാക്കി വെച്ച് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ അമ്മ ഉണ്ടാക്കി തരാനും കാണത്തില്ല. ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കാനും ചിലപ്പോൾ പൈസ ഉണ്ടാവണമെന്നില്ല. മിനിമം ഒരു ചോറും കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ കുക്കിംഗ് ഭയങ്കര എളുപ്പമാണ്. ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളെ കൊണ്ടും പറ്റുമെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ അതിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ എരിവും പുളിയും അതേപോലെ നമ്മൾ എത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്താലും ഈ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ഈ സംഭവം ഇല്ലേ, നമ്മളങ്ങോട്ട് ചെയ്താലേ അതങ്ങോട്ട് ആ ഒരു വശത്തിലൊക്കെ ആ ഫുഡ് ഉണ്ടാക്കിയൊന്നും കിട്ടത്തുള്ളൂ. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് തന്നെ ഇഷ്ടപ്പെടത്തില്ലായിരുന്നു, പിന്നെ മറ്റുള്ളവർക്ക്. ഇപ്പോഴും ഞാനൊരു പ്രോമാക്സ് ആണെന്ന് ഞാൻ പറയത്തൊന്നുമില്ല, പക്ഷെ വായി വെച്ച് തിന്നാൻ പറ്റും. അതുപോലെ തന്നെ ഈ കുക്കിംഗ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നും പോവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊടി തട്ടി എടുക്കുകയും വേണം. കുറച്ച് നാൾ ഹോസ്റ്റലിൽ വന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് നിൽക്കാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഉണ്ടാക്കുന്ന രീതിയൊക്കെ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പം എൻ്റെ ഗുരുവായിട്ടുള്ള എൻ്റെ അമ്മയെ ഞാൻ അങ്ങോട്ട് വിളിക്കും. അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പിന്നെയും പറഞ്ഞു തരും. ഒരു 100 തവണ ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കും. അപ്പം ഇതുവരെ കുക്കിംഗ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നൈസായിട്ട് അമ്മയുടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുക്കാൻ നോക്കിക്കോ. ലൈഫിൽ എപ്പോഴെങ്കിലും അതുകൊണ്ട് ഉപകാരപ്പെടും, ഉറപ്പ്, ഞാൻ പറയുന്നു. എൻ്റെ വീഡിയോസ് കാണുന്ന ഭൂരിപക്ഷം ആൾക്കാരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, അമ്മയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കണം കേട്ടോ. അതേപോലെ നിങ്ങൾ കഴിച്ച പാത്രം നിങ്ങൾ തന്നെ കഴുകാൻ നോക്കണം. അപ്പം ഇന്നോട്ട് ഈ ഹാബിറ്റ് ചെയ്യാൻ നോക്കത്തില്ലേ നിങ്ങൾ? അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ നിങ്ങളെ വളർത്തുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങളായിട്ട് ചെയ്തു കൊടുക്കണ്ടായോ? ഇനിയിപ്പോൾ അവർക്ക് ചെയ്തില്ലേലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.